ഹലോ ഗൂയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ഇവിടുന്ന് വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഒരിടത്തുനിന്ന് വേറെത്തോട്ട് പറിച്ച് നട്ടപ്പോൾ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു. ഈ വീട് ഷിഫ്റ്റിങ്ങിൽ ഏറ്റവും തൊല്ല പിടിച്ച പരിപാടിയാണ് ഈ സാധനം പെറുക്കൽ. ഒരു രക്ഷയില്ല. അത് റെന്റിന് താമസിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 4 വർഷമായിട്ട് ഇവിടെ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ വളർച്ചയ്ക്ക് ഒരു മാറ്റം വേണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഫാമിന് വേണ്ടി സ്ഥലം എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരു വീടും കൂടി അതിൻ്റെയോട് ഒത്തിണങ്ങി കിട്ടിയപ്പോഴത്തേക്കും അങ്ങ് കയ്യോടെ മാറാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാറിയതാണ്. നമ്മൾ നോർമലി താമസിച്ചിടത്തുനിന്ന് ഒരു 11 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഇപ്പോൾ പുതിയതായിട്ട് സ്ഥലവും വീടും കൂടി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പഴയ വീടാണ്. നമ്മൾ നേരത്തെ താമസിച്ച അത്യാവശ്യം നല്ല മുറിയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പോക്കുവരവിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2.5 ഏക്കറോളം സ്ഥലമുണ്ട്. മൊത്തം കാടും പടലെല്ലാം കയറി കിടക്കുകയാണ്. പിന്നെ നമ്മൾ കയ്യോടെ പശുക്കളെല്ലാം കൊണ്ടുവന്നുകൊണ്ട് അവരും നമ്മളൊരു സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടെ കൂടൊന്നുമില്ല. തൽക്കാലം നമ്മളൊരു പടുതയൊക്കെ വലിച്ച് കെട്ടി സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. മഴയും ഉണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും. പിന്നെ പിറ്റേന്ന് നമ്മൾ സെറ്റ് ഔട്ടും കാര്യങ്ങളെല്ലാം തുടങ്ങി. കൂട് പണിയുമ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ പണിയാമെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ചാൽ പശുക്കളുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് കൂട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നല്ലത് കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ പണിയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിവതും എന്നെക്കൊണ്ട് പറ്റുന്ന പണികളെല്ലാം ഞാൻ തന്നെ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷെഡ് പണിയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം പുറത്ത് കൊടുത്ത് എന്തായാലും ചെയ്യണം. അതെന്തായാലും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. മണ്ണൊക്കെ നല്ല കട്ടിയാണ്, ഒരു രക്ഷയില്ല. എൻ്റെ പദം വന്നിട്ടുണ്ട്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും പശുക്കളും കാര്യങ്ങളെല്ലാം പുറത്തയച്ച് കെട്ടാനൊക്കെ വെക്കുന്നുണ്ട്. അവർ ഹാപ്പിയാണ്. എനിക്ക് പകുതി പണിയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്.